ഹലോ ഗായ്സ്, ഇന്നെന്തായാലും മുരിങ്ങാപ്പൂ തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള, മുളക്, അതേപോലെ വേപ്പില, പിന്നെ ചെറിയ മുരിങ്ങാക്കോലിൻ്റെ ഇതുണ്ടായിരുന്നു, അത് പിന്നെ തേങ്ങ, ഒരു മുട്ട. മുരിങ്ങാപ്പൂ തോരനാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആദ്യം തന്നെ നമ്മൾ പാൻ വെക്കുന്നു. പാനിനകത്തേക്ക് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇത്തിരി എണ്ണ ഒഴിക്കുന്നു. അത് വെളിച്ചെണ്ണയാവാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാവാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. സോ ഇനി എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം പറയാം. ഇപ്പോൾ അത്യാവശ്യം എല്ലാ ജില്ലയിലും കാറ്റും മഴയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇവിടെയും കാറ്റും മഴയും ഉണ്ടായി. ഈ കാറ്റും മഴയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുരിങ്ങാപ്പുരം മുടിയും ഗൈസ്. സോ അതിൽ കിട്ടിയ മുരിങ്ങാപ്പൂവും അതേപോലെ തന്നെ കക്ക് മുരിങ്ങയും കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. സോ നമ്മുടെ എണ്ണ ചൂടായിരിക്കുന്നു. എണ്ണ ചൂടായ സ്ഥിതിക്ക് ഞാൻ അതിനകത്തേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുന്ന ആ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വേപ്പിലയും അതേപോലെ തന്നെ മുളക് ഞാൻ രണ്ടെണ്ണം ഇട്ടുള്ളൂ ഗൈസ്, കാരണം ഞാൻ മുളക് പൊടി ഇതിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ വേപ്പിലയും മുളക് ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, സവാള ഇട്ടു. സവാളയോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാവുന്നതാണ്. ഞാൻ സവാള ഇട്ടത്. അതേപോലെ തന്നെ പെട്ടെന്ന് അത് ഇടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്യില്ല. സോ ഞാൻ ആദ്യമേ തന്നെ ഉപ്പ് ആഡ് ചെയ്തു. സോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. സോ ഇതിനകത്ത് വലിയ പൊടികളൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആകെ രണ്ട് പൊടികളുള്ളൂ. അതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി. അത് നിങ്ങളുടെ ആവശ്യാനുസരണമാണ്. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച്, ഒരു ടീസ്പൂൺ നമുക്കിടാവുന്നതാണ്. നമ്മുടെ എന്താ പറയുക, ഹെൽത്തിന് മഞ്ഞൾപ്പൊടി ആക്ച്വലി നല്ലതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു പിഞ്ച് ഓഫ് ഞാൻ ഒരു ടീസ്പൂൺ, ഒരു 2 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു. കാരണം ഞാൻ മുളക് വളരെ കുറവാണ് ഇട്ടത്. ആകെ ഒന്നോ രണ്ടോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടേക്കുവാണ്. നിങ്ങൾക്കത് കുറയ്ക്കണം, മുളകാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം, അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരണം. സോ അതിട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, നമ്മുടെ മുരിങ്ങാപ്പൂവാണ് ഇട്ടത്. ഈ മുരിങ്ങാപ്പൂ അധികം വേവ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തേങ്ങ ഇട്ടൊന്ന് കുറ്റി ഇതാക്കിയതിന് ശേഷം മുരിങ്ങാപ്പൂ ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം മുരിങ്ങാപ്പൂവും അതേപോലെ തന്നെ കക്ക് മുരിങ്ങക്കായ്കളുണ്ടായിരുന്നല്ലോ അതുമാണ് ഇട്ടത്. സോ അതൊന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ഉണ്ടായിരുന്നു, തേങ്ങയും ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു. സോ അപ്പോൾ അത് എന്താ പറയുക, മുരിങ്ങാപ്പൂ തോരനാണെന്ന് അറിയത്തില്ല, ആ രീതിയിൽ അടിപൊളിയായിട്ട് ഇതായി. എന്നിട്ട് ഞാനെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട്, ഇതങ്ങനെ പൊതുവെ ആരും ചെയ്യാറില്ല, ഞാനൊന്ന് ഇവിടെ ചെയ്യാറുണ്ട്, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ മുട്ട ഇട്ട് കൊടുത്തു. അത് മാറ്റിയിട്ടിട്ട് അതേ പാനിൽ ഞാൻ മുട്ട നന്നായിട്ട് ചിക്കി. മുട്ട ചിക്കിയത് അങ്ങനെ കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നന്നായിട്ട് ചിക്കിയതിന് ശേഷം ഇതാക്കുക. ഞാനൊരു അല്പം ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മറ്റേ മിക്സും കൂടെ, നമ്മുടെ മുരിങ്ങാപ്പൂ തോരനും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് ഇതാക്കി എടുത്തു. സോ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ എന്താ പറയുക, നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷായിട്ട് മാറും. ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചേരുവകളും ഭയങ്കര കുറവാണ്. സോ ഞങ്ങൾ മുരിങ്ങ ഒടിഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഡിഷ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റി. സോ മുരിങ്ങാപ്പൂ തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര എളുപ്പമാണ്, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ആകെ മുരിങ്ങാപ്പൂ മാത്രം നിങ്ങൾക്ക് കടയിലും കിട്ടും എന്ന് തോന്നുന്നു. ഇപ്പോൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ മുരിങ്ങാപ്പൂവൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇൻസ്റ്റൻറ്റ് സ്വിഗ്ഗിയൊക്കെ വെച്ചിട്ട്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണും വരെ ബായ്.